ഹായ് ഓൾ ഓഫ് യു ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഫസ്റ്റ് സോഷ്യൽ സയൻസിൻ്റെ ഹ്യൂമനിസമാണ്. അപ്പോൾ ആദ്യത്തെ 3 പേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 10 ആണ്. എല്ലാവരും പേജ് നമ്പർ 10 എടുക്കുക. ദ കൊമേഴ്സ്യലൈസേഷൻ ദാറ്റ് occurred in Europe by the 11th century led to the disintegration of the medieval feudal system and decline of the religious supremacy. 11ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായ കൊമേഴ്സ്യലൈസേഷൻ, അതായത് വാണിജ്യവൽക്കരണമാണെന്ന് കൂടുതൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് നമ്മൾ മാക്സിമം മാർക്കറ്റിൽ ഇറക്കുക, അതുവഴി മാക്സിമം പ്രോഫിറ്റ് നേടുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയും, ഈ പ്രോഫിറ്റിലൂടെ ട്രേഡിലൂടെ സമ്പാദിച്ച ഈ ഒരു വിഭാഗം ആളുകൾ, അതായത് ട്രേഡ് നടത്തി സമ്പാദിച്ചു കൂട്ടിയ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവർ കൂടുതൽ പണക്കാരാവാൻ തുടങ്ങി. അപ്പോൾ അവരെയൊന്നും കൂടുതൽ ചട്ടം പഠിപ്പിക്കാനായിട്ട് ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് പറ്റിയില്ല. അതായത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ വേഷംകെട്ടലുകളൊന്നും ഈ സമ്പന്നരുടെ മുന്നിൽ പറ്റിയില്ല. അതുകൊണ്ട് ഈ സമ്പന്നർക്ക് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റി. അതോടൊപ്പം തന്നെ ഇറ്റ് ഡിക്ലൈൻ ഓഫ് ദി റിലീജിയസ് സൂപ്രമസി. ഈ സമ്പന്നരായ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ റിലീജിയസ് ആയിട്ടുള്ള സൂപ്രമസിനെയും ഫ്യൂഡൽ സിസ്റ്റത്തിനൊക്കെ അവരെന്ത് ചെയ്യാൻ എതിർക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വകവയ്ക്കാതിരിക്കാൻ തുടങ്ങി. This led to the emergence and domination of the new wealthy class. അപ്പോൾ ഈ റിലീജിയസ് സൂപ്രമസിനെ തകർത്തുകൊണ്ട് ഫ്യൂഡൽ സിസ്റ്റത്തെ ഒതുക്കിക്കൊണ്ട് ഒരു പുതിയ ആളുകൾ മുന്നോട്ട് വരികയാണ്. അവർ ട്രേഡിൻ്റെ പിന്നാമ്പുറത്തു കൂടി മുന്നോട്ട് വന്ന ആളുകളാണ്. ഇവരെന്താവാൻ തുടങ്ങി? ഒരു ന്യൂ വെൽത്തി ക്ലാസ് സൊസൈറ്റിയിലായി വളരാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ഫാമിലീസ് ഓൾസോ എമർജ് ഇൻ ഇറ്റലി. അപ്പോൾ ട്രേഡിലൂടെ വളർന്നു വന്ന ഒത്തിരി വെൽത്തി ഫാമിലീസ് അന്ന് ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. ദ ഡിമാൻഡഡ് എ ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കാശും പണവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സൊസൈറ്റിയിൽ പൊളിറ്റിക്സിൽ നമ്മളൊരു അധികാരത്തിന് വേണ്ടി ശ്രമിക്കും, അല്ലേ? സാധാരണ ഉള്ളതാണ് സൊസൈറ്റിയിൽ. അപ്പോൾ ദേ ഡിമാൻഡഡ് എ ഷെയർ ഇൻ ദി പൊളിറ്റിക്കൽ പവറിലും അവരൊരു ഷെയർ ഡിമാൻഡ് ചെയ്തു. ലെറ്റസ് എക്സാമിൻ സം ഓഫ് ദീസ് ഫാമിലീസ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് സിറ്റീസ്. ഓക്കെ, അങ്ങനെ ട്രേഡിലുള്ള വളർന്നു വന്ന കുറച്ച് ഫാമിലീസും അതൊക്കെ ഏതൊക്കെ സിറ്റീസാണ് അവർ പവർ ചെയ്ത് വെച്ചിരുന്നതെന്ന് നോക്കാം. ഒന്നാമത്തത് മെഡിസി എന്ന് പറയുന്നത് ഫ്ലോറൻസ് സിറ്റിയിലെ ഏറ്റവും ആധിപത്യമുണ്ടായിരുന്ന ഇറ്റാലിയൻ ഫാമിലിയാണ്, അല്ലേ? ഫ്ലോറൻസ് സിറ്റിയിലെ ഇറ്റാലിയൻ ഫാമിലിയാണ് മെഡിസി. ദെൻ സ്ഫോർസ ഫാമിലി, ഇറ്റാലിയൻ ഫാമിലീസ് മിലാൻ സിറ്റിയാണ് ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ദെൻ ഫർണീസി പാർമ സിറ്റിയിൽ പേര് കേട്ട ഒരു ഫാമിലിയാണ് ഫർണീസി ഇറ്റാലിയൻ ഫാമിലി. ദെൻ ഓഴ്സിനി ഇറ്റാലിയൻ ഫാമിലി നേപ്പിൾസ് എന്ന് പറയുന്ന സിറ്റിയാണ് അടക്കി ഭരിച്ചിരുന്നത്. ദെൻ വിസ്കോന്തി എവിടെയാണ്? മിലാൻ സിറ്റിയിൽ. അപ്പോൾ ആ ടേബിൾ ഒന്ന് പഠിക്കുന്നത് എക്സാമിന് നല്ലതായിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ക്രൂസേഡ്സ് എന്ന് നോക്കാം. ക്രൂസേഡ്സ് എന്ന് വെച്ചാൽ കുരിശ് യുദ്ധങ്ങളാണ്. ദ വാർസ് ഫോട്ട് ബിറ്റ്വീൻ ബിലീവേഴ്സ് ഓഫ് ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഓവർ ജെറുസലേം which was considered a holy land by both are known as the Crusades. നമുക്കറിയാം, ജെറുസലേം എന്ന് പറയുന്നത് ഒരു വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു നഗരമായിട്ടാണ് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ജെറുസലേമിന് വേണ്ടി ആരൊക്കെ തമ്മിൽ ജെറുസലേമിന് വേണ്ടി പിടിവലിയുണ്ടായി? ഇസ്ലാം മതത്തിലുള്ള ആളുകളും ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകളും. ഇവർക്ക് 2 പേർക്കും ആരെ വേണം? ജെറുസലേമിനെ വേണം. അപ്പോൾ ഈ ജെറുസലേമിന് വേണ്ടി ഇസ്ലാം മതക്കാരും ക്രിസ്ത്യൻ മതക്കാർക്കും ഇടയിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കുരിശ് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. ദ ക്രൂസേഡ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഫ്രം ദി 11th to 13th century had a profound impact on the political, social, economic lives in both Europe and Asia. 11ാം നൂറ്റാണ്ട് മുതൽ
13-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു സമയത്താണ് കുരിശുയുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത്. ശരിക്കും നമ്മുടെ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള എല്ലാ മേഖലയിലും ക്രൂസേഡ്സിന് വളരെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് ക്രൂസേഡ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ക്രൂസേഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഓർക്കുക, കുരിശുയുദ്ധമാണെന്ന് ഓർക്കുക. ആരും തമ്മിലുള്ളതാണ്? ഇസ്ലാം മതക്കാരും ക്രിസ്ത്യൻ മതക്കാരും തമ്മിലുള്ള യുദ്ധമാണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? ജെറുസലേം നഗരത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. ക്രൂസേഡ്സ് ദാറ്റ് took place during the medieval period facilitated cultural exchange between the east and the west. നമുക്ക് തന്നെ അറിയാം, ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യുദ്ധം നടക്കുന്ന പ്രദേശത്തേക്ക് ആരാണോ യുദ്ധം ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വരവും അതുപോലെ തന്നെ പോക്കും വരവും ഒക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഒത്തിരി സാധനങ്ങൾ അതുവഴി കൈമാറും. അതോടൊപ്പം തന്നെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ആളുകൾ ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രം, ഭക്ഷണം ഇവയെല്ലാം ശേഖരിച്ചുകൊണ്ടായിരിക്കും യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് കൂടി ഓർക്കുക. അങ്ങനെ ഈ ക്രൂസേഡ്സിൻ്റെ ടൈമിൽ തന്നെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുകയാണ്. ആർക്കിടയിൽ? ഈസ്റ്റേൺ പ്രദേശത്തുള്ള ആളുകൾക്കും വെസ്റ്റേൺ പ്രദേശങ്ങൾക്കിടയിലും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുകയാണ്. ഇറ്റാലിയൻ സിറ്റീസ് ഗോട്ട് അക്വൈൻറ്റഡ് വിത്ത് ദി കൾച്ചേഴ്സ്, സിറ്റീസ് ആൻഡ് ലീവ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ ഈസ്റ്റേൺ വേൾഡ്. കിഴക്കൻ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളുമായിട്ടും അവിടുത്തെ സിറ്റീസുമായിട്ടും അവിടുത്തെ ആളുകളുമായിട്ട് ഇറ്റാലിയൻ ജനതയ്ക്ക് പരിചയം വരാൻ തുടങ്ങി. This accelerated the growth of Italian cities. അപ്പോൾ ഈ പരിചയപ്പെടൽ ഇറ്റാലിയൻ സിറ്റീസിന് എല്ലാ തരത്തിലുമുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഓഫ് ട്രേഡ് ലിങ്ക്സ് വിത്ത് ദ ഇസ്ലാമിക് എംപയർ ആൻഡ് ദ ബൈസാന്റിയൻ എംപയർ, എനോർമസ് വെൽത്ത് ഫ്ലോഡ് ഇൻ ടു ദി ഇറ്റാലിയൻ സിറ്റീസ്. എന്താണ് ഈ ബൈസാന്റിയൻ എംപയർ എന്ന് പറഞ്ഞാൽ? ബൈസാനിയൻ എംപയറിൻ്റെ മറ്റൊരു പേരാണ് ഈസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. കോൺസ്റ്റാന്റിനോപ്പിളാണ് ഈ ബൈസാന്റിയൻ എംപയറിൻ്റെ തലസ്ഥാനം. ഇപ്പോൾ നിലവിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് മറ്റൊരു പുതിയ പേരിലാണ് അറിയപ്പെടുന്നത്, ഇസ്താംബുൾ. ഇപ്പോൾ എല്ലാവർക്കും പിടികെട്ടി കാണും അല്ലേ? ഈ കോൺസ്റ്റാന്റിനോപ്പിളാണ് എന്തിൻ്റെ? നമ്മുടെ ഈസ്റ്റേൺ എംപയറിൻ്റെ അല്ലെങ്കിൽ ബൈസാന്റിയൻ എംപയറിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഈ ട്രേഡിൻ്റെ ഫലമായിട്ട് ഇസ്ലാമിക് എംപയറും അതുപോലെ തന്നെ ബൈസാന്റിയൻ എംപയറുമായിട്ടുള്ള ഒരു ബന്ധം എന്തിന് സഹായിച്ചു? ഇറ്റാലിയൻ സിറ്റിയിലേക്ക് കൂടുതൽ വെൽത്ത് ഒഴുകുന്നതിന് സഹായിച്ചു. ഓവർ ടൈം മെർച്ചൻസ് ഇൻ ഇറ്റാലിയൻ സിറ്റീസ് ഗെയിൻഡ് monopoly in the trade between the east and the west in the Mediterranean. നമുക്കറിയാം മെഡിറ്ററേനിയൻ കടൽ അല്ലേ? അപ്പോൾ മെഡിറ്ററേനിയൻ സീയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കിഴക്കൻ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും എന്ത് നടത്തിയിരുന്നത്? ട്രേഡ് നടത്തിയിരുന്നത്. പക്ഷേ ഈ ഇറ്റലി എന്ത് ചെയ്തു? കിഴക്കൻ രാജ്യങ്ങളെയും പടിഞ്ഞാറൻ രാജ്യങ്ങളും കയ്യിലാക്കാനായിട്ട് ആർക്ക് സാധിച്ചു? ഇറ്റലിക്ക് സാധിച്ചു. അതായത് അവിടെ മോണോപോളി ആർക്ക് വന്നു? ഇറ്റലിക്ക് വന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് കൂടുതൽ സമ്പത്ത് ആരുടെ കയ്യിൽ എത്തിച്ചേർന്നു? ഇറ്റലിയിലെ ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നു. ഇറ്റലിയിലെ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു. ഈ ട്രേഡേഴ്സ് കാശ് മുടക്കുന്നതും ഇറ്റലിയുടെ പുനർനിർമ്മാണത്തിനും അതിൻ്റെ മറ്റു എല്ലാ മേഖലകളിലെ ആർക്കിടെക്ചറിനാണെങ്കിലും പുതിയ സിറ്റീസിനാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഒത്തിരി കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് ബാങ്കിങ് മേഖലയിലാണെങ്കിലും ഇൻഷുറൻസിലായാലും എല്ലാ മേഖലയിലും ഈ ട്രേഡേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? പണം നിക്ഷേപിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വെൽത്തി രാജ്യമായിട്ട് ആര് വളരാൻ പോവുകയാണ്? ഇറ്റലി വളരാൻ പോവുകയാണ്. ദ ബ്യൂബോണിക് പ്ലേഗ് വിച്ച് റാപ്റ്റഡ് ഇൻ ദി മിഡ് 14th century സിവിയർലി അഫക്റ്റഡ് ദ ഇറ്റാലിയൻ സിറ്റീസ്. അപ്പോൾ 14-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലത്ത് എന്ത് സംഭവിച്ചു നോക്കിയേ? പ്ലേഗ് എന്ന് പറയുന്ന രോഗം സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പ്ലേഗ് പരത്തുന്നത് ഏത് ജീവിയാണ്? എലിയാണ് പ്ലേഗ് പരത്തുന്നത് കേട്ടോ. ദ ക്യാറ്റാസ്ട്രോഫിക് ഇവൻറ്റ് നോൺ ആസ് ദ ബ്ലാക്ക് ഡെത്ത്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗാണ്. ബ്ലാക്ക് ഡെത്ത്.
ഇറ്റ് ക്ലെയിം ദ ലിവ്സ് ഓഫ് തൗസൻഡ്, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. റിസൾട്ടിങ് ഇൻ സിവിയർ ഷോർട്ടേജ് ഇൻ ലേബർ, ഈ മരിച്ചവർ ഭൂരിഭാഗം ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു, തൊഴിലാളികളായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കോൺസിക്വൻ്റ്ലി ദിസ് പേവ്ഡ് ദ വേ ഫോർ ദി ഡിക്ലൈൻ ഓഫ് മിഡീവിയൽ ഫ്യൂഡലിസം ദാറ്റ് വാസ് ഹെവിലി റിലയൻറ്റ് ഓൺ ദി അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നമുക്കറിയാം, അവർ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ ഇത്രയും തൊഴിലാളികളുടെ ഒരു കുറവ് വന്നതോടുകൂടി അഗ്രികൾച്ചർ സെക്ടർ തന്നെ തകരുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്നും അധികാരം നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഫ്യൂഡൽ വ്യവസ്ഥിതി തകരാൻ തുടങ്ങി. ഓക്കെ, ഇന്ന് ഇത്രേ പഠിക്കുന്നുള്ളൂ. താങ്ക് യു വെരി മച്ച്.